നമസ്കാരം. ദിവ്യ എസ് അയ്യർ ഏറ്റവും ഒടുവിൽ വിഴിഞ്ഞം പോർട്ട് MD ആയിരുന്ന ദിവ്യ എസ് അയ്യർ വീണ്ടും കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കുന്ന ഒരു ചർച്ചയിൽ പ്രധാന കഥാപാത്രമായി മാറിയിരിക്കുന്നു. അവർ വിഴിഞ്ഞം വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്താണ് സാഹചര്യം എന്ന് നോക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം ഉദ്യോഗസ്ഥ തലത്തിൽ ശ്രദ്ധേയമായ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന ഉദ്യോഗസ്ഥയായിരുന്നു ദിവ്യ. ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് അവരുടെ മികച്ച പ്രവർത്തനങ്ങളിൽ പലതിൻ്റെയും തലപ്പത്തിരുന്ന ഉദ്യോഗസ്ഥ. പ്രതിപക്ഷ നേതാവ് VD സതീശനും അന്ന് UDFും അന്ന് പലപ്പോഴും കുഴപ്പത്തിലായ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ LDF സർക്കാരിൻ്റെ ഭാഗമായി കൈക്കൊണ്ട ആൾ. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ്റെ പ്രവർത്തനങ്ങളിലെ മികവുകൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലടക്കം എടുത്തു പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവും അന്ന് പ്രതിരോധത്തിലായി. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ദിവ്യ എസ് അയ്യർക്കെതിരെ നിരന്തരമായ ആക്രമണം നടത്തി അസഭ്യവും അശ്ലീലവും അടിച്ചുവിട്ടു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ സൈബർ ആക്രമണം അദ്ദേഹത്തെയും കൂടി ചേർത്ത് വ്യാപിപ്പിക്കുകയും അതിനെതിരെ നടപടികൾ കൈക്കൊള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. ഏറ്റവും രസകരമായ കാര്യം, ദിവ്യയുടെ ഭർത്താവ് കൂടിയായ ശബരിനാഥിനെതിരെ വരെ ആക്രമണം നീണ്ടു. കോൺഗ്രസ് നേതാവായ ശബരിനാഥിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആളായിട്ടുകൂടി ദിവ്യയുടെ ഭർത്താവ് എന്നതുകൊണ്ട് മാത്രം ശബരിനാഥിന് പാർട്ടി സൈബർ സേനയുടെ പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല ആക്രമണത്തിനും ഇരയാക്കി. ഒടുവിൽ അദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡിൽ, അതും അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു വോട്ടിന് മാത്രം ജയിച്ച വാർഡിൽ മത്സരിപ്പിച്ചപ്പോൾ ശബരിനാഥിനെ തോൽപ്പിക്കാൻ നിർത്തിയതല്ലേ എന്ന് കേട്ടവരെല്ലാം ചോദിച്ചു. കാരണം എക്കാലത്തും ഒരു കൗൺസിലറായി ഇരിക്കാൻ, ഇനി ജയിച്ചാൽ തന്നെ കൗൺസിലറായി ഇരിക്കാൻ മാത്രം ഉള്ള അർഹതയെ അദ്ദേഹത്തിനുള്ളുവോ എന്ന് ചോദിച്ചു. VD സതീശനും പാർട്ടിയും പ്രതികാരം തീർക്കുന്നു എന്നുവരെ ആരോപണം ഉയർന്നു ദിവ്യയുടെ നിലപാടിൻ്റെ പേരിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാതിരിക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് തോൽപ്പിച്ച് മൂലക്കാക്കാനുള്ള ശ്രമമാണ് എന്നായിരുന്നു ആരോപണം. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സീറ്റ് കിട്ടിയും ഇല്ല. എന്നാൽ ശബരി അന്ന് വിജയിച്ച് കൗൺസിലറായി. ദിവ്യ സർക്കാരിൻ്റെ ഭാഗമായിരുന്നപ്പോൾ ഭർത്താവിൻ്റെ കോൺഗ്രസ് സാധ്യത ഉപയോഗിച്ച് സർക്കാരിന് പ്രതിരോധത്തിലാക്കാമായിരുന്ന തന്ത്രങ്ങളൊന്നും കോൺഗ്രസിന് അവർ സമ്മാനിച്ചില്ല എന്നതാണ് അവരെ നിരാശരും രോഷാകുലരുമാക്കിയ കാരണം. B അശോകും N പ്രശാന്തും ഒക്കെ ആഞ്ഞടിച്ച് സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയും പലപ്പോഴും അതിർവിട്ട അധിക്ഷേപങ്ങൾ വരെ ചൊരിയുമ്പോഴും ദിവ്യ പ്രതിപക്ഷത്തിന് സഹായകരമായ ഒരു വാക്കുപോലും പറഞ്ഞില്ല എന്നതായിരുന്നു നേതാക്കളുടെ പരാതി. മാത്രമല്ല LDF സർക്കാരിന് സഹായകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. ഒടുവിൽ വിഴിഞ്ഞം പോർട്ടിൽ MD ആയിരിക്കെ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിയത്. പൊതുസമൂഹത്തിൻ്റെ പ്രശംസയും പിടിച്ചുപറ്റി. അവസാനം സർക്കാർ മാറി. VD സതീശൻ്റെ ഗുഡ് ലിസ്റ്റിലില്ലാത്ത ദിവ്യക്ക് പണി കിട്ടുമെന്ന് പലരും അന്നേ അടക്കം പറഞ്ഞതാണ്. എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി എടുത്ത നടപടി അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനത്തിലല്ല, മറ്റൊരു ശക്തിക്ക് വേണ്ടി കൂടിയാണ് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഗുരുതരമായി മാറിയിരിക്കുന്നത്. അത് സാക്ഷാൽ അദാനിക്ക് വേണ്ടിയാണത്രേ. ചുമതലയിലിരുന്ന കാലത്ത് തുടർച്ചയായി വിഴിഞ്ഞത്ത് അദാനിയുടെ നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്യുകയും വിലക്കുകയും ചെയ്ത ആളാണ് MD ആയിരുന്ന ദിവ്യ എന്നാണ് റിപ്പോർട്ടുകൾ. ഒന്നിലധികം തവണ അദാനി കമ്പനിക്ക് ഇത്തരത്തിൽ നോട്ടീസ് അയച്ചു. അന്നൊക്കെ ചെറിയ ചെറിയ വാർത്തകളായിട്ട് വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ത്യയിൽ ഒരിടത്തും ഇത്തരം അനുഭവമില്ലാത്ത അദാനി, അതായത് ചോദ്യത്തിന് മറുചോദ്യമില്ലാതെ ഉത്തരം പറയുന്ന ആളുകളാണല്ലോ, അല്ലെങ്കിൽ പ്രസ്താവന നടത്തുന്ന ആളാണ്, നിലപാടെടുക്കുന്ന ആളാണ് അദാനി. അമ്മാതിരി ഇന്ത്യനാണല്ലോ ഇപ്പോൾ ഉള്ളത്. ആ അദാനി കമ്പനി രണ്ടും കൽപ്പിച്ച് തന്നെ രംഗത്തിറങ്ങി. സർക്കാർ എങ്ങനെയായാലും ദിവ്യയെ ആദ്യം മാറ്റുക എന്നുള്ള നീക്കത്തിലേക്ക് അവർ പോയിത്രേ. പിണറായി സർക്കാരിൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തി. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടും തുറമുഖ വകുപ്പ് മന്ത്രിയോടും ഒന്നിലധികം തവണ ദിവ്യയെ മാറ്റാൻ ആവശ്യപ്പെട്ടു എന്നുമുള്ള വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാരും മുഖ്യമന്ത്രിയും മാറിയിട്ടും അദാനി മുഖ്യമന്ത്രി VD സതീശന് അയച്ച കത്ത് പ്രകാരം 2024 ഡിസംബറിൽ മുതൽ ഓഹരി കൈമാറ്റത്തിന് അവർക്ക് അർഹതയുണ്ട്. എന്നാൽ വാദം നിലനിൽക്കെ, ആ വാദം അവരുടെ കയ്യിൽ നിലനിൽക്കെ അന്നൊന്നും നടപടിയെടുത്തില്ല, അല്ലെങ്കിൽ നടപടി ഫലവത്താക്കാൻ കഴിഞ്ഞില്ല. പിന്നീടുള്ള കാലത്ത് സർക്കാർ മാറുന്നതുവരെ അവർക്ക് ആ നീക്കം മാറ്റിവെക്കേണ്ടി വന്നു, നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സർക്കാർ മാറി, ഉദ്യോഗസ്ഥ തലത്തിലും മാറ്റം ഉറപ്പുവരുത്തി. അതിനുശേഷം 49% ഓഹരി അവർ MSCക്ക് വിൽക്കുമ്പോൾ ദിവ്യയുടെ കസേര മാറ്റത്തിന് പിന്നിലെ ഗൂഢനീക്കങ്ങൾ സംശയിക്കപ്പെടുകയാണ്. സർക്കാർ മാറി, ചീഫ് സെക്രട്ടറി മാറി, വിഴിഞ്ഞം പോർട്ട് MD ദിവ്യ മാറി, എല്ലാ പ്രതിബന്ധങ്ങളും മാറി. ഒടുക്കം ഓഹരി വിൽക്കുമ്പോൾ അതൊന്നും സ്വാഭാവികമായിരുന്നില്ല എന്ന സംശയമാണ് വരുന്നത്. മാത്രമല്ല VD സതീശനുമായി ഇക്കാര്യം ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് കരുതേണ്ടി വരുന്നത്. ദ ഹിന്ദുവിൻ്റെ ബിസിനസ് ലൈൻ പത്രം ഇക്കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. MSC ഗ്രൂപ്പിന് ഓഹരി കൈമാറുന്നത് VD സതീശൻ്റെ മിഷൻ സമുദ്രയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ആഗോള ഭൂപടത്തിൽ കേരളത്തെ എത്തിക്കുന്നതിനാണ് എന്നാണ് ബിസിനസ് ലൈൻ്റെ റിപ്പോർട്ട്. മിഷൻ സമുദ്രയുടെ ഭാഗമായ ഒരു നീക്കം സർക്കാരിൻ്റെ കൂടി മേൽനോട്ടത്തിലുള്ള വിഴിഞ്ഞം അദാനി പോർട്ട് നടത്തുമ്പോൾ മുഖ്യമന്ത്രി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് എങ്ങനെ വിശ്വസിക്കാനാണ്? മിനിമം പോർട്ട് MD എങ്കിലും അറിയാതിരിക്കില്ലല്ലോ. അവിടെയാണ് ദിവ്യ എസ് അയ്യരെ മാറ്റിയതിൻ്റെ ഗൂഢ നീക്കങ്ങൾ സംശയിക്കപ്പെടുക.
ദിവ്യ ഉണ്ടായിരുന്നപ്പോൾ നടത്തിയ നീക്കങ്ങൾ ഓരോന്നായി അവർ പരാജയപ്പെടുത്തി. അന്ന് ഓരോ നീക്കവും അവർ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്തു. സർക്കാരിൻ്റെ നിലപാടനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അന്നത്തെ സർക്കാരിൻ്റെ ആ നീക്കങ്ങൾ അദാനിയെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ നിലപാടുള്ള ദിവ്യ അവിടെ ഇരുന്നാൽ പുതിയ സർക്കാരിൻ്റെ നിലപാടുമായി സംഘർഷത്തിലാകും. ആ സൗകര്യത്തിന് അദാനി കമ്പനിയുടെ മനസ്സറിഞ്ഞ് നടത്തിയ കസേര മാറ്റമാണ് ദിവ്യയുടേത് എന്നാണ് ഉയരുന്ന ആരോപണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ദിവ്യ എസ് അയ്യരെ നീക്കാൻ അദാനി കമ്പനി നീക്കം നടത്തിയിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല, അന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ രാഗേഷാണ്. രാഗേഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃച്ഛികമല്ല. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരളത്തെ ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. മാത്രമല്ല, സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ആക്കിയും അദ്ദേഹം മണിക്കൂറുകൾക്കകം നിയമിച്ചു. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS രായ്ക്ക് രാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായി ധാരണയില്ലാത്ത പുതിയൊരാൾ. അദാനി പോർട്ട് അധികൃതർ ജൂൺ 29 വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നു. തുടർന്ന് സെബിയുടെ അംഗീകാരത്തിനായി തിരക്കിട്ട നീക്കം. മുഖ്യമന്ത്രി VD സതീശന്റെ താനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലുള്ള നിയമസഭയിലെ മറുപടി. അത് ഏറ്റുപിടിച്ച് ചില നിഷ്കളങ്ക മാധ്യമങ്ങൾ രംഗത്തിറങ്ങുന്നു. അസൽ ക്രിമിനൽ ബുദ്ധി കൊള്ളാം. പൂക്കി മുഖ്യന്റെ അഭിനയങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പ്രതിനായകന്റെ കപടമുഖം ഇനിയാണ് മറനീക്കി പുറത്തു വരാൻ പോകുന്നത്. ഭരണം RSSന് പണയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പൊതുമുതൽ അദാനിക്കും തീരെഴുതാനുള്ള എല്ലാ ഇടപാടുകളും നടന്നു കഴിഞ്ഞു. വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥയിൽ അദാനി അധികൃതർ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനം വരുത്താൻ ശ്രമിച്ച ഘട്ടങ്ങളിലെല്ലാം അത് തടയുന്നതിന് സംസ്ഥാന താൽപര്യാർത്ഥം അതീവ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ദിവ്യ എസ് അയ്യർ. അദാനി അധികൃതർക്ക് ഇത് അന്നേ അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യരെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പലതവണ നീക്കമുണ്ടായി. പോർട്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അദാനിയുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല. പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുത്ത ഉടനെ ആ ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനാണ് മംഗലാപുരം യാത്ര നടത്തിയത്? ആ ഫ്ലൈറ്റിൻ്റെ വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ആര് വഹിച്ചു? ഭരണമാറ്റം ഉണ്ടായ ഉടനെ തന്നെ തന്ത്രപ്രധാനമായ ഒരു പ്രൊജക്ടിൻ്റെ മേധാവി ഡോക്ടർ ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റി പകരം ഒട്ടും അനുഭവ പരിജ്ഞാനമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് കെ രാഗേഷ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയും ആ കാലത്ത് ദിവ്യ എസ് അയ്യരുടെ നീക്കങ്ങൾക്ക് എതിരെ പലവിധ പ്രശ്നങ്ങൾ അദാനി ഗ്രൂപ്പ് ഉയർത്തിയിരുന്നു എന്ന് ഇതിൻ്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലും ആരോപിച്ചിരുന്നു. ദുരൂഹമാണ് ദിവ്യ എസ് അയ്യരുടെ മാറ്റം. ഇത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇതെന്താ BJP ഭരിക്കുന്ന സംസ്ഥാനമാണോ എന്ന് KC വേണുഗോപാൽ ചോദിച്ച ചോദ്യം ഇപ്പോൾ അന്തരീക്ഷത്തിലുണ്ട്. ദിവ്യ എസ് അയ്യരെ മാറ്റിയ നടപടിക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് MPയും ആരോപിച്ചിട്ടുണ്ട്. G കാർത്തികേയനെ പോലെ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന്റെ മരുമകളെ രായ്ക്ക് രാമാനം മാറ്റാൻ എന്തായിരുന്നു VD സതീശന് ധൃതി എന്നാണ് ബ്രിട്ടാസ് ചോദിച്ചത്. VD സതീശന് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് G കാർത്തികേയനാണ്. പരേതനായ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം വിതുമ്പി ആ കാർത്തികേയൻ്റെ മരുമകളെ ഈ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് രായ്ക്ക് രാമാനം മാറ്റാൻ അദ്ദേഹത്തിന് തോന്നിയതെന്നുകൊണ്ട് ഇപ്പോഴും ഈ പറഞ്ഞ ഗവൺമെന്റ് ലീഡർമാരുടെ കാര്യം പറയാറില്ലേ? എത്രയോ ഇടതുപക്ഷക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇത്ര ധൃതിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. എന്നാൽ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് സ്വന്തം ഗുരുവിന്റെ മരുമകളെ രായ്ക്ക് രാമാനം മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ ജനങ്ങളുടെ ചെവിയിൽ ഇരമ്പുന്ന വലിയ സംശയമായി മാറാൻ പോകുന്ന സംഭവമാണിത്. സതീശന്റെ ചെയ്തികൾ രാഹുൽ ഗാന്ധിയുടെ ചെകിട്ടത്തുള്ള അടിയാണെന്നും ബ്രിട്ടാസ് പറയുന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ D രാജയെ എന്നെ നോക്കി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മണ്ടത്തരമാണെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിലേക്ക് അദാനിയെ ആനയിച്ചത് കൊണ്ടാണ് ഇടതുപക്ഷത്വം ചോർന്നുപോയി എന്ന് ഞാൻ പറഞ്ഞത് എന്ന് വസ്തുതാപരമായ പിഴവുകളോടെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം എത്ര കണ്ട് അദാനിക്കെതിരെയുള്ള നിലപാടിൽ രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു. അദ്ദേഹത്തിന്റെ ചെകിട്ടത്ത് കിട്ടിയിട്ടുള്ള അടിയാണ് ഈ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ അദാനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഈ ഒരു സംഗതികളല്ല. പിണറായി വിജയൻ വിഴിഞ്ഞത്തെ നീക്കത്തിനെതിരെ സെബിക്ക് കത്തയച്ചതോടെ സംഭവം ദേശീയ ശ്രദ്ധയിലേക്കും എത്തിയിട്ടുണ്ട്. സാധാരണ അദാനിക്കെതിരെ നിരന്തര പോരാട്ടം നടത്തുന്നയാളാണ് രാഹുൽ ഗാന്ധി. പോർട്ടുകളുടേതടക്കം മോദിയുടെ തീരെഴുതലുകൾ നിരന്തരം അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ വിഴിഞ്ഞത്തെ ഈ കൊള്ളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയെ ആരും പുറത്തു കണ്ടിട്ടില്ല.
ഇനി കണ്ടാൽ ഇതിൽ എന്തു പറയുമെന്ന് കരുതിയാണോ എന്നാർക്കും അറിയുകയുമില്ല. രാഹുലിനെ പോലും നിയന്ത്രിക്കാൻ വി.ഡി. സതീശന് കഴിയുമോ എന്ന ചോദ്യം എതിരാളികൾ ഉന്നയിക്കുന്നുമുണ്ട്. രാഹുലിൻ്റെ നിലപാട് അറിയാനുള്ള ആകാംക്ഷയും നാട്ടുകാർക്ക് ഉണ്ട്. ഏറ്റവും കൗതുകരമായ കാര്യം കേരളത്തിലെ ചില മാധ്യമങ്ങളുടേതാണ്. വിഴിഞ്ഞം പോർട്ട് വിൽക്കാനുള്ള നീക്കം പകൽ പോലെ ഒരു കൊള്ളയുടെ സ്വഭാവത്തിൽ നടന്നിട്ട് അവരൊന്നും അറിഞ്ഞ മട്ടില്ല. കേരളത്തിലേക്ക് വന്ന നിക്ഷേപം എന്ന് കണ്ണുമിഴിച്ച്, വിദേശ നിക്ഷേപം എന്ന് കണ്ണുമിഴിച്ച് അത്ഭുതപ്പെട്ട് വാർത്ത നൽകിയതിന് ശേഷം വി.ഡി. ന്യായീകരണ ക്യാപ്സൂളുകൾക്കപ്പുറത്തേക്ക് കടക്കാനുള്ള ഭീതിയിലാണ് പല വി.ഡി. മീഡിയകളും. ദിവ്യ എസ് അയ്യരെ പോലെ ഒരാളുടെ സ്ഥാനചലനത്തിൽ വിവാദം പോലും വാർത്തയാക്കാൻ ഉള്ള ഭീതി ഇന്നത്തെ പത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. മലയാള മനോരമയെന്ന് ആ പേര് പോലും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ പൂർണ്ണമായും മുക്കി. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവനയിലെ ആ ഭാഗം പൂർണ്ണമായും ഒതുക്കി. മാതൃഭൂമി പ്രസ്താവനയുടെ ഒടുവിൽ ഒരു വരി നൽകുന്നുണ്ട്. കേരളത്തിൻ്റെ കുതിച്ചു ചാട്ടത്തിനുള്ള സാധ്യതയായി വിഴിഞ്ഞം പോർട്ട് ഇങ്ങനെ വിൽപ്പനയ്ക്ക് സമാനമായി ഓഹരി കൈമാറ്റത്തിന് വിധേയമാക്കുമ്പോൾ അത് ആര് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വിറ്റോട്ടെ, കേരളത്തിനാവുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വരെ അന്താരാഷ്ട്ര വിദഗ്ധർ എന്ന് പേരിട്ട് ചാനൽ പാനലിലിരുത്തി 1-ാം നമ്പർ ചാനൽ പോലും പറയിപ്പിക്കുന്ന ഇടത്തേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ ഇതൊക്കെ ഇതുപോലെ വിറ്റഴിക്കുമ്പോഴും എന്താ സ്പീഡ് എന്ന് വി.ഡി. മീഡിയ പറയുന്നത് കേട്ടിരിക്കാനാണ് നമ്മുടെ നിയോഗം. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. നന്ദി, നമസ്കാരം.